ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടനാർ കേരളം കാണാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ പോകുന്നത് ചെറുകുന്നുള്ള ഒരു വടക്കേ വളപ്പിൽ നിന്ന് പറഞ്ഞ തറവാട്ടിലേക്കാണ്. നമ്മൾ എത്തിയപ്പോൾ തന്നെ ആടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടോ. നമ്മൾ 2 മണിക്ക് പോയി 3:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞു. 4 മണിയായി ഇറങ്ങാൻ. പക്ഷെ നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ട്. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നല്ലോണം ആൾക്കാർ വന്നു. നമ്മൾ പോയ സമയത്ത് അവിടെ ഇങ്ങനെ കനലൊക്കെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഈ കനലൊക്കെ കൂട്ടിയിൽ ചൂട്ടൊക്കെ കത്തിച്ച് നല്ല വലിയ തീയൊക്കെ ആക്കും. ഈ തെയ്യച്ചടങ്ങളിൽ തീരെ മാറ്റി നിർത്താനാവാത്ത ഒരു ഘടകം ആണ് തീ. ദൈവസാന്നിധ്യത്തിൻ്റെ പ്രകടമായ സ്വരൂപമായി കൽപ്പിക്കുന്ന ചൈതന്യമാണ് തീ. അഗ്നി അനേകം അർത്ഥങ്ങളിലായാണ് തെയ്യച്ചടങ്ങളിൽ പറയുന്നത്. അഗ്നിയിൽ പൊടിച്ചുണ്ടായതെന്ന സങ്കല്പം, അഗ്നിക്ക് തുല്യമായ രൗദ്രകാളി എന്ന വിധത്തിൽ, അഗ്നിദേവന്റെ അഹങ്കാരം ഒടുക്കിയ സങ്കല്പം, അഗ്നിപരീക്ഷ നേരിട്ട് അതിൽ വിജയം വരിച്ചു വന്ന കഥാമുഹൂർത്തം എന്ന രീതിയിൽ, അങ്ങനെ അനേകമായിരം അർത്ഥങ്ങൾ. ഒരാളോളം പൊക്കത്തിൽ തയ്യാറാക്കിയ കനൽ കൂമ്പാരത്തിൽ 101 വട്ടം എടുത്തു ചാടുന്ന ഒറ്റക്കോലം തെയ്യങ്ങൾ. കനലിൽ കിടന്ന് പ്രപഞ്ചസത്യം വിളിച്ചു പറയുന്ന പൊട്ടൻ തെയ്യം. 101 കോൽത്തരികൾ തിരുമുടിയിലും 16 പന്തങ്ങൾ അരയിലും ചൂടി നൃത്തമാടുന്ന ഉഗ്രസ്വരൂപനായ അഗ്നികണ്ഠാകർണൻ. കത്തിച്ച തീയിൻ്റെ നടുവിലൂടെ പല പ്രാവശ്യം പാഞ്ഞുറയുന്ന കണ്ഠനാർ കേളൻ. രാത്രിയിലായാലും പകലായാലും തെയ്യാട്ടത്തിന് അലൗകികമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ എല്ലാ തെയ്യങ്ങൾക്കും കത്തിച്ചു വെച്ച ചൂട്ടുകളോ വിളക്കുകളോ ഉണ്ടാകും. പയ്യന്നൂരിലെ മേലെടുത്ത് ചക്കിക്ക് വയനാട്ടിൽ വെച്ചൊരു ആൺകുട്ടിയെ കളഞ്ഞു കിട്ടി. അവന് കേളൻ എന്ന വിളിപ്പേരും നൽകി. മകൻ വളർന്നു വലുതായപ്പോൾ വയനാടൻ മലകളെ പുനംകൃഷി ചെയ്ത് പൊന്നണിയിക്കാൻ അമ്മയും മകനും വയനാട്ടിലേക്ക് യാത്ര തിരിച്ചു. പണിയായുധങ്ങളും ഒപ്പം കള്ളും കരുതി കേളൻ. വയനാട്ടിലെ 4 കാടും വെട്ടിത്തെളിച്ചു. 3 കാടിനെയും തീയിട്ട് ചാടിക്കടന്നു കേളൻ. ലഹരി മൂത്തപ്പോൾ 4ാം കാടിൻ്റെ 4 ഭാഗവും തീ കൊളുത്തി. ഇത് കണ്ട് അഗ്നിയും വായുവും കോപിച്ചു. തീ ആകാശത്തോളം ഉയർന്നു. ദിക്കറിയാതെ കേളൻ ഒരു കരിനെല്ലി മരത്തിൽ കയറി അഭയം പ്രാപിച്ചു. ആ കരിനെല്ലി മരത്തിൽ കാളി എന്നും കരിവേലൻ എന്നും പേരുള്ള 2 നാഗങ്ങൾ ഉണ്ടായിരുന്നു. അവർ കേളന്റെ വലംമാറിലും ഇടംമാറിലും ആഞ്ഞു കൊത്തി. കരഞ്ഞു വിളിച്ച കേളനും നാഗങ്ങളും അഗ്നിയിൽ വെന്തു നിലംപതിച്ചു. നായാട്ടു കഴിഞ്ഞു വരുന്ന വയനാട് കുലവന്റെ വിൽത്തല തൊട്ടപ്പോൾ കേളനും നാഗങ്ങളും പുനർജനിച്ചു. തൊണ്ടച്ചന്റെ പിൻകാലു പിടിച്ചെഴുന്നേറ്റ കേളനു ഇരിക്കാൻ പീഠവും കയ്യിൽ ആയുധവും പൂജയും കൽപ്പിച്ചു കൊടുത്തു. വയനാട്ടുകുലവൻ കണ്ടതുകൊണ്ടു നീ കണ്ടനാർ കേളൻ എന്നറിയപ്പെടും. അങ്ങനെ കത്തിക്കരിഞ്ഞൊരു കർഷകൻ തെയ്യമായി പുനർജനിച്ചു. ആയുധം കൊടുത്താൽ പിന്നെ ദൈവമായി മാറും. അരമണിക്കൂർ നേരത്തെ രൗദ്രഭാവം കഴിഞ്ഞ് തെയ്യം അഭീഷ്ട വരദായകനായ ശാന്തമൂർത്തിയായി. പിന്നെ ചെറു ചുവടുകൾ മാത്രം. ഓരോ തെയ്യത്തിൻ്റെ ചുവടുകളും വെവ്വേറെയാണ്. തെയ്യങ്ങൾ തന്നെ പലവിധമാണല്ലോ. അമ്മ ദേവതമാർ, നാഗദേവതമാർ, കന്യകമാർ, മാപ്പിള തെയ്യങ്ങൾ, മരണത്തിന് ശേഷം ദൈവമായവർ, മുച്ചിലോട്ട് ഭഗവതി, ഇല്ലത്തമ്മ, മനയിൽ പോതി, മാക്കവും മക്കളുമെല്ലാം മരണത്തിന് ശേഷം ദൈവമായവരാണ്. വീരചരമം വരിച്ചവർ കതിവന്നൂർ വീരനും വിഷക്കണ്ഠനും കണ്ടനാർ കേളനും കുടിവീരനും തുടുവീരനും കുട്ടിശാസ്തപ്പനും പടവീരനുമെല്ലാം വീരചരമം വരിച്ചവരാണ്. നായാട്ടു ദൈവങ്ങളാണ് വിഷ്ണുമൂർത്തിയും വയനാട്ടുകുലവനും മുത്തപ്പനും. പുലിക്കണ്ഠനും പപ്പൂരാനും പഞ്ചുരുളിയും വിഷ്ണുമൂർത്തി കുതിരച്ചാമുണ്ടിയുമെല്ലാം മൃഗരൂപികളായ തെയ്യങ്ങളാണ്. അങ്ങനെ പലവിധമാണ് തെയ്യം.
ഒരു നല്ല കോലക്കാരനാടാൻ വർഷങ്ങളുടെ പരിശീലനം ആവശ്യമാണ്. ഉറഞ്ഞു തുള്ളൽ, സ്ഥാനത്തിന് മുന്നിലാടൽ, നൃത്തപ്രദർശനം, കലശമെഴുന്നള്ളുമ്പോഴുള്ള ആട്ടം, ആയുധങ്ങളേന്തിയുള്ള ആട്ടം, തീക്കനലിൽ ചാടുന്നതും ഇരിക്കുന്നതും എല്ലാം ഓരോ ക്രമങ്ങളിലാണ്. കോലക്കാരൻ പ്രവേശിക്കുന്ന കനൽക്കൂമ്പാരത്തെ മേലേരി എന്നാണ് പറയുന്നത്. ഈ ചെറു ചുവടുകൾ കഴിഞ്ഞാൽ പിന്നെ പാരായണം നടത്തും. തെയ്യത്തിൻ്റെ പരിസമാപ്തിക്ക് മുമ്പാണ് പാരായണം നടത്തുക. തെയ്യം ആ കാവിലേക്ക് എഴുന്നള്ളി വന്ന ചരിത്രം ഒരു ഈണത്തിൽ ചൊല്ലുന്നതാണ് പാരായണം എന്ന് പറയുന്നത്. പിന്നെ സമാപനം. കോലക്കാരൻ കർമ്മിയോടും വെളിച്ചപ്പാടിനോടും ഭക്തരോടും ആത്മം കൊടുക്കട്ടെ എന്ന് ചോദിക്കും. ദേവതയെ സ്ഥാനത്തേക്ക് തിരിച്ചയക്കട്ടെ എന്നാണ് ഇതിനർത്ഥം. അതിനുശേഷം എല്ലാവരും മരുന്നുരിച്ച് മുടിയെടുക്കുന്നതോടെ തെയ്യാട്ടം സമാപിക്കും. അങ്ങനെ കണ്ണ് നിറയെ കണ്ടനാർ കേളനെ കണ്ടു. നീക്കും കണ്ടനാർ കേളനെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു 6 മണിയൊക്കെ ആയപ്പം വയനാട്ടുകുലവൻ ഇറങ്ങിയിട്ടോ. വയനാട്ടുകുലവൻ തെയ്യത്തിൻ്റെ കൂടെയാണ് കണ്ടനാർ കേളൻ തെയ്യവും കോരച്ചൻ തെയ്യവും ഒക്കെ ഉണ്ടാവുന്നത്. കുലദേവ സ്ഥാനമാണ് വയനാട്ടുകുലവനുള്ളത്. പിതാമഹ സങ്കല്പത്തിൽ തെയ്യത്തെ തൊണ്ടച്ചൻ എന്നും വിളിക്കാറുണ്ട്. പണ്ട് മധുവനത്തിലെ ഒലിച്ചിറങ്ങുന്ന കള്ള് പാനം ചെയ്യുന്ന പരമേശ്വരൻ്റെ ചാഞ്ചാട്ടവും ചാബല്യവും കണ്ട് മനം മുഷിഞ്ഞ പാർവതി ഒരു നാൾ സൂത്രത്തിൽ പനത്തിലെ കള്ള് തടകി കുറുങ്കുലകളിലേക്ക് ഗതി മാറ്റി ഒഴുക്കിച്ചു. കൃത്യസമയത്ത് തന്നെ ശിവൻ അവിടെ എത്തി. മധു തെങ്ങിൻ്റെ മുകളിലാണെന്ന് കണ്ട് ശിവൻ അരിശം വന്നു. ശിവൻ തൻ്റെ ജട പറിച്ച് തുടകലിലടിച്ച് ഒരു ദിവ്യന് ജന്മം നൽകി. പനമുകളിൽ കയറി മധുവെടുത്ത് നിവേദിക്കാൻ പിതാവ് കൽപ്പിച്ചപ്പോൾ ദിവ്യൻ അത് അനുസരിക്കേണ്ടി വന്നു. ഒരു നാൾ അരുതെന്ന് വിലക്കിയ മധു ദിവ്യൻ പാനം ചെയ്തതിൽ കുപിതനായ പിതാവ് അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച കളഞ്ഞു. ഭൂമിയിലേക്ക് പോകാൻ കൽപ്പിച്ചു. മുളം ചൂട്ടും മുളവില്ലും മുട്ടമ്പും കനകത്തിരിയുമായി ദിവ്യൻ വയനാട്ടിലിറങ്ങി. വയനാട്ടിൽ വന്നിറങ്ങിയ ദിവ്യനെ അംഗീകരിക്കാൻ വിസമ്മതിച്ച കോലത്തിരി മന്നനെ ദിവ്യശക്തികൾ കാട്ടി ദേവൻ വിസ്മയിപ്പിച്ചു. പിന്നെ ഒട്ടു താമസമുണ്ടായില്ല. വയനാട്ടിലമർന്ന കുലവനെ വയനാട്ടുകുലവനായി ദൈവമായി അംഗീകരിച്ചു. വയനാട്ടുകുലവൻ്റെ ഒരു പ്രധാന ചടങ്ങാണ് ചൂട്ടൊപ്പിക്കൽ. തറവാട്ടിലെ പ്രായം കൂടിയ കാരണവർ തെയ്യത്തിന് സമർപ്പിക്കുന്ന ചൂട്ട് ദൈവോൽപത്തിയുടെ കഥയുമായി ബന്ധപ്പെട്ടതാണ്. പരമേശ്വരപുത്രനായ ദിവ്യൻ നല്ലച്ഛൻ്റെ വിലക്കുമറന്ന് മധുവനത്തിൽ കയറി മധുപാനം നടത്തിയതിനാൽ കണ്ണ് രണ്ടും പൊട്ടിപ്പോയതാണ്. മകൻ്റെ സങ്കടം കണ്ട് പൊയ്ക്കണ്ണും 2 മുളഞ്ചൂട്ടും നൽകി തമ്മപ്പൻ. ചൂട്ടു പുകഞ്ഞ് കണ്ണും പുകഞ്ഞ് ചൂട്ടും കാണാതായപ്പോൾ ദിവ്യൻ കണ്ണു പറിച്ചെറിഞ്ഞു. അത് അസ്തകൂല പർവ്വതത്തിൽ വന്നു വീണു. ആ ചൂട്ട് വന്ന് വീണത് ഇങ്ങു വയനാട്ടിൽ ആദിപറമ്പന് കണ്ണൻ്റെ വീട്ടുമുറ്റത്ത്. ഒപ്പം ദൈവവും മലനാടിറങ്ങി. ദൈവാഗമന ചരിത്രം അനുസ്മരിപ്പിക്കുന്ന ചടങ്ങാണ് ചൂട്ടൊപ്പിക്കൽ. അപ്പം സുഹൃത്തുക്കളെ, നമ്മുടെ കണ്ടനാർ കേളൻ്റെയും വയനാട്ടുകുലവൻ്റെയും കഥ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത കഥയായിട്ട് വരാം അല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.